ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ വായുമലിനീകരണം വീണ്ടും അപകടകരമായ അവസ്ഥയിലേക്ക്. ഡൽഹിയിലെ അന്തരീക്ഷത്തിൽ വിഷവാതകമായ കാർബൺ മോണോക്സൈഡിന്റെ അളവ് കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും അധിക നിരക്കിലെത്തിയെന്ന് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഗവേഷണ സ്ഥാപനമായ എൻവിറോ കാറ്റലിസ്റ്റിക് പുറത്തുവിട്ട ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം ഈ വർഷം ജനുവരി 1 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിൽ ഡൽഹിയിലെ ശരാശരി കാർബൺ മോണോക്സൈഡ് നിരക്ക് ഒരു ഘനമീറ്ററിന് 1.89 മില്ലിഗ്രാമായി ഉയർന്നു. 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. 2024 ഇത് 1.64 2025 1.66 ഇന്ത്യൻ മാനദണ്ഡങ്ങൾ പ്രകാരം 2 മില്ലിഗ്രാമും ലോകാരോഗ്യ സംഘടനയുടെ മാർഗരേഖ പ്രകാരം 4 മില്ലിഗ്രാമുമാണ് പരമാവധി അനുവദനീയമായ പരിധി. നിലവിലെ നിരക്ക് ഈ അപകടകരമായ പരിധിയോട് അടുക്കുന്നത് തലസ്ഥാനത്ത് കടുത്ത ആരോഗ്യ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. നിറമോ മണമോ ഇല്ലാത്ത അത്യന്തം അപകടകാരിയായ വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഇത് ശ്വസിക്കുന്നത് വഴി രക്തത്തിലെ ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറയുകയും ഹൃദയം, തലച്ചോറ് തുടങ്ങിയ സുപ്രധാന അവയവങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. തലവേദന, തലകറക്കം, കടുത്ത ക്ഷീണം എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. ദീർഘകാലം ഈ വാതകം ശ്വസിക്കുന്നത് ക്രമരഹിതമായ ഹൃദയമിടിപ്പിനും മറ്റു ഗുരുതരമായ ഹൃദ്രോഗങ്ങൾക്കും കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരിലും പ്രായമായവരിലുമാണ് ഇത് കൂടുതൽ അപകടമുണ്ടാക്കുന്നത്. വായുമലിനീകരണം മൂലം ശരീരത്തിലുണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ദൈനംദിന ജീവിതത്തിലെ സാധാരണ ക്ഷീണമായി ജനങ്ങൾ തെറ്റിദ്ധരിക്കാറുണ്ടെന്ന് യശോദ മെഡിസിറ്റിയിലെ ശ്വാസകോശ രോഗവിദഗ്ധനായ ഡോക്ടർ രാജേഷ് കുമാർ ഗുപ്ത ചൂണ്ടിക്കാട്ടി. ഡൽഹിയിൽ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണവും ഇന്ധന ജ്വലനത്തിൽ നിന്നുള്ള പുകയുമാണ് കാർബൺ മോണോക്സൈഡിന്റെ അളവ് ഇത്രത്തോളം ഉയരാൻ പ്രധാന കാരണം. നഗരത്തിൽ ഇത്തരം മലിനീകരണ സ്രോതസ്സുകൾ വലിയ തോതിൽ വർദ്ധിച്ചതായി എൻവിറോ കാറ്റലിസ്റ്റ് സ്ഥാപകനായ സുനിൽ ദാഹിയ വ്യക്തമാക്കി. പ്രതിസന്ധി മറികടക്കാൻ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗത സംവിധാനങ്ങളിലേക്ക് നഗരം അടിയന്തരമായി മാറേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും കർശനമായ മലിനീകരണ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തില്ലെങ്കിൽ ഡൽഹി നിവാസികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാകുമെന്നാണ് ഈ റിപ്പോർട്ട് നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.